നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. സംസ്ഥാന നിയമസഭയിൽ ഒട്ടേറെ സമയം രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി എടുക്കാറുണ്ടെങ്കിലും ജനങ്ങളുമായി വളരെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങളിൽ വരാറില്ല. പലപ്പോഴും ജനങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അങ്ങനെ വരാറുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പേപ്പർ കപ്പുകളെക്കുറിച്ച്, അതിൻ്റെ അപകടത്തെക്കുറിച്ച് ജനതാദളിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മാത്യു ടി തോമസ് ഒരു കോൾ അറ്റൻഷൻ ഉന്നയിച്ചിരുന്നു. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. നമ്മൾ യാത്രയ്ക്കിടയിലും മറ്റും തട്ടുകടയിലും ഒക്കെ പോയിട്ട് ഒരു ചായ കുടിക്കാറുണ്ട്. നമ്മളെന്താണ് സാധാരണ ചെയ്യാറുള്ളത്? നമ്മൾ പറയും ഡിസ്പോസിബിൾ കപ്പിൽ വേണം, അല്ല പേപ്പർ കപ്പിൽ വേണമെന്ന് പറയും. എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ ആവശ്യപ്പെടുന്നത്? പലരും ഉപയോഗിച്ച ഒരു ഗ്ലാസ് കപ്പിലോ അല്ലെങ്കിൽ സ്റ്റീൽ കപ്പിലോ ഒക്കെ ഇത് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധി പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ഡിസ്പോസിബിൾ കപ്പിൽ ആവശ്യപ്പെടുന്ന ചായ, യഥാർത്ഥത്തിൽ ആ ഡിസ്പോസിബിൾ കപ്പ് എന്താണ് എന്ന് നമ്മൾ അറിയാറുണ്ടോ, ചിന്തിക്കാറുണ്ടോ? അതിൻ്റെ അപകടത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണോ? ഇതാണ് മാത്യു ടി തോമസ് നിയമസഭയിൽ ഉന്നയിച്ച വിഷയം. നിങ്ങൾ ഡിസ്പോസിബിൾ കപ്പ് അല്ലെങ്കിൽ പേപ്പർ കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പൂർണ്ണമായി കടലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു കപ്പ്, അതിലാണ് നിങ്ങൾ ചായ കുടിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒരു പേപ്പർ കൊണ്ട് നിർമ്മിച്ച ഒരു കപ്പിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ചായയോ കാപ്പിയോ വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. കാരണം വെള്ളമോ അല്ലെങ്കിൽ ചായയോ കാപ്പിയോ ഒരു പേപ്പർ കപ്പിൽ എടുത്താൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ ആ കപ്പ് അലിഞ്ഞ് ആ വെള്ളം നിങ്ങളുടെ ദേഹത്ത് വീഴും അല്ലെങ്കിൽ തറയിൽ വീഴും. അപ്പോൾ എന്താണ് നിങ്ങൾ കുടിക്കുന്ന ഡിസ്പോസിബിൾ കപ്പ് എന്ന് പറയുന്നത്? ആ കപ്പിനുള്ളിൽ ഒരു പ്ലാസ്റ്റിക് ലൈനിങ് ഉണ്ട്. ഇത് പലപ്പോഴും നിങ്ങൾ അറിയാറില്ല, ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിച്ചാൽ തന്നെ അതിനകത്ത് വലിയ അപകടമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കാറില്ല. ഈ ലൈനിങ് എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചതാണ് എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ നമ്മളെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലൈനിങ് നിങ്ങൾ ചായയോ കാപ്പിയോ അല്ലെങ്കിൽ ചൂടുള്ള ഒരു പദാർത്ഥം ഒഴിക്കുമ്പോൾ അതിനകത്തെ കെമിക്കലുകൾ നിങ്ങളുടെ ചായയിലേക്ക് ലയിച്ച് ചേരുന്നു. അത് നിങ്ങളുടെ വയറ്റിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നു. എന്തൊക്കെയാണ് ആ കെമിക്കലുകൾ? ഇതിൽ മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ട്, ക്രോമിയം ഉണ്ട്, അയോൺ, കാഡ്മിയം, പല്ലാഡിയം തുടങ്ങിയ ഐറ്റംസ് ഉണ്ട്. ഇതുകൂടാതെയും വേറെ ടോക്സിക് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം. ഇത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ക്യാൻസർ തന്നെ ഉണ്ടാക്കാമെന്നുള്ളതാണ് വൈദ്യശാസ്ത്രത്തിലെ വിദഗ്ധന്മാർ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. ഇതിവിടെ മാത്രം അവസാനിക്കുന്നില്ല. നിങ്ങളൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ കപ്പ് അവിടെ ഒരു ഭാസ്കരൻ നിക്ഷേപിക്കുന്ന ഒരു വഴിയിൽ വലിച്ചെറിയുന്നു. നിങ്ങളുടെ വിചാരം ഇത് മണ്ണിൽ അലിഞ്ഞു ചേർന്ന് അങ്ങ് അപ്രത്യക്ഷമാകുന്ന. സത്യത്തിൽ ഈ പ്ലാസ്റ്റിക് ലൈനിങ് ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും ഇല്ലാതാവില്ല. ഇതവിടെ കിടന്ന് ഒരു പ്ലാസ്റ്റിക് കടലാസ് ഉണ്ടാക്കുന്ന എല്ലാ പരിസ്ഥിതി പ്രശ്നങ്ങളും അതുണ്ടാക്കും. അവിടെയും അവസാനിക്കുന്നില്ല. ഇതൊഴുകി തോട് വഴി, ആറ് വഴി കടലിലെത്തിച്ചേരുന്നു. കടലിനുള്ളിൽ ഇത് വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ അങ്ങനെ തന്നെ കിടക്കും. ലോകത്ത് ഇതുവരെ ഉൽപ്പാദിപ്പിച്ച പ്ലാസ്റ്റിക്കുകൾ ഏകദേശം 8.3 ബില്യൺ ടൺ പ്ലാസ്റ്റിക്കുകൾ ഇന്ന് മണ്ണിൽ അലിയാതെ കിടപ്പുണ്ട്. ഇപ്പോഴും ടൺ കണക്കിന് പ്ലാസ്റ്റിക്കുകൾ ദിവസവും മണ്ണിനോട് അലിയാതെ ഇങ്ങനെ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക്കുകൾ, അതുണ്ടാക്കുന്ന അപകടം വേറെ. അതുണ്ടാക്കുന്ന എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇങ്ങനെ കിടക്കുന്ന പ്ലാസ്റ്റിക്കുകളിൽ വിനൈൽ ക്ലോറൈഡ്, സ്റ്റൈറീൻ, ബെൻഡോട്രിയാഡിൻ തുടങ്ങിയ ഒട്ടേറെ രാസവസ്തുക്കളുണ്ട്. ഹൈഡ്രജൻ സൾഫൈഡ്, സൾഫർ ഡയോക്സൈഡ്, ക്ലോറിൻ ഡയോക്സൈഡ് തുടങ്ങിയ രാസവസ്തുക്കളും ഇതിലടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ദീർഘകാലം മണ്ണിൽ കിടന്നുകൊണ്ട് ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന, അല്ലെ പ്ലാസ്റ്റിക്കിൻ്റെ അംശം എന്ന് പറയുന്ന ഈ രാസവസ്തുക്കൾ ഉണ്ടാക്കുന്ന അപകടം മറ്റൊന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളൊരു ചായ കുടിച്ച് അല്ലെ ഒരു കാപ്പി കുടിച്ചിട്ട് വലിച്ചെറിയുന്ന ഒരു പ്ലാസ്റ്റിക് കപ്പ് നിങ്ങളുടെ ഉദരത്തിലേക്ക് നൽകുന്ന രാസവസ്തുക്കളും നിങ്ങളുടെ പ്രകൃതിയിലേക്ക് നൽകുന്ന രാസവസ്തുക്കളും ഒരേസമയം നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു, മറുവശത്ത് അത് ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നു. സത്യത്തിൽ പിന്നെ ഇതൊക്കെ പഠിക്കാതെയും മനസ്സിലാക്കാതെയുമാണോ
ഈ പ്ലാസ്റ്റിക് കപ്പുകൾ അല്ലെങ്കിൽ ഈ പേപ്പർ കപ്പുകൾ എന്ന പേരിൽ നൽകുന്ന ഈ പ്ലാസ്റ്റിക് ലൈനിങ്ങുള്ള കപ്പുകൾ നമ്മളുടെയൊക്കെ കച്ചവട സ്ഥലങ്ങളിലും വ്യാപാര കേന്ദ്രങ്ങളിലും നമ്മുടെ വീടുകളിലുമൊക്കെ എത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ട് ഇതൊക്കെ നേരത്തെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കിയില്ല? എന്തുകൊണ്ട് ഇത് നേരത്തെ നമ്മളുടെ ഭരണാധികാരികൾ മനസ്സിലാക്കിയില്ല? എന്തുകൊണ്ട് പ്ലാസ്റ്റിക്കിന് പകരമായി ആരോഗ്യകരമായ അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള ഇത്തരം സാധനങ്ങൾ നമ്മളെ മേലടിച്ചേൽപ്പിക്കുമ്പോൾ ഇതുണ്ടാക്കുന്ന മറ്റൊരു അപകടത്തെക്കുറിച്ച് നമ്മളുടെ ആളുകൾ എന്തുകൊണ്ട് അറിയുന്നില്ല? വാസ്തവത്തിൽ വളരെ സങ്കടകരമായ ഒരവസ്ഥയാണിത്. എന്താണ് ഇതിന് പരിഹാര മാർഗം? വളരെ ലളിതമാണ്. വേറെ ഒരു പരിഹാര മാർഗവും ഇല്ല. പകരം നിങ്ങൾ ഗ്ലാസ് പാത്രങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുക. ഗ്ലാസ് വൃത്തിയാക്കി ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ നിങ്ങൾ തട്ടുകടയിലാണെങ്കിലും ഹോട്ടലിലാണെങ്കിലും എവിടെയാണെങ്കിലും വീടുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും വളരെ നന്നായി വൃത്തിയാക്കിയ ശുചീകരിച്ച ഗ്ലാസ്സുകൾ, അതല്ലെങ്കിൽ വൃത്തിയായി ശുചീകരിച്ച സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ, ഇവയിൽ മാത്രമേ ഇത്തരത്തിലുള്ള ദ്രാവകങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇത് കപ്പുകൾ പോലെ തന്നെയാണ് പ്ലാസ്റ്റിക് കോട്ട് ചെയ്ത പല ഈ പേപ്പർ പാത്രങ്ങളും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെ വളരെ സുരക്ഷിതമാണ് എന്ന് കരുതുന്ന ഇത്തരം പേപ്പർ കപ്പുകളും പേപ്പർ പാത്രങ്ങളും നമുക്ക് വളരെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവയൊക്കെ ഉപേക്ഷിക്കുക. പകരം ഗ്ലാസ്സുകളിൽ തന്നെ കുടിക്കുക. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ തട്ടുകടയിൽ ലഭിക്കുന്ന അല്ലെ ഹോട്ടലിൽ ലഭിക്കുന്ന, ഹോട്ടലുകളിൽ പലപ്പോഴും കുറച്ചുകൂടെ വൃത്തിയുള്ള പാത്രങ്ങൾ ലഭിക്കുമെന്ന് കരുതാം. തട്ടുകടയിൽ ലഭിക്കുന്ന പാത്രങ്ങൾ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ സ്വന്തം കയ്യിലൊരു ഗ്ലാസ്സോ കപ്പോ കൊണ്ടു നടക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് പല വിദേശികളും അവരുടെ യാത്രക്കിടയിൽ അവർക്ക് കുടിക്കാനും കഴിക്കാനുമുള്ള പാത്രങ്ങൾ അവർ തന്നെ കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതൊരു നാണക്കേടായിട്ടൊന്നും കരുതേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ഇത് കയ്യിൽ കൊണ്ടു നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളും ദേശീയ കാര്യങ്ങളും സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ചുകൂടി ചിന്തിക്കുകയും അതിനുതകുന്ന വിധത്തിലുള്ള സുരക്ഷ സംവിധാനങ്ങൾ നിങ്ങൾ തന്നെ കൊണ്ടു നടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാര മാർഗം. അതുകൊണ്ട് ഓർക്കുക, ഇനിയും നിങ്ങളൊരു തട്ടുകടയിൽ പോയി ഒരു ചായ കുടിക്കുമ്പോൾ അത് ഡിസ്പോസിബിൾ കപ്പ് എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഡിസ്പോസിബിൾ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഡീഗ്രേഡബിൾ എന്നാണ്. ഡീഗ്രേഡബിൾ എന്ന നിലയിൽ ഒരു കപ്പ് നിങ്ങൾക്ക് അവിടെ ലഭിക്കില്ല. ഇത്ര മാത്രം ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി താഴെയുള്ള ബെൽ ബട്ടണിൽ അമർത്തുക.